الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي روايته وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന വിഷയ പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്തെ സംബന്ധിച്ചാണ് നമ്മൾ 2 ഖുതുബകളിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ജനിക്കുന്നതിന് മുമ്പ് പിതാവ് മരിച്ചു. 6 വയസ്സായപ്പോഴേക്കും ഉമ്മ ആമിനയും മരണപ്പെട്ടു. പരിപൂർണമായും അനാഥത്വത്തിൻ്റെ കയ്പുനീര് അനുഭവിച്ചുകൊണ്ട് കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് വല്യാപ്പ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ആ വലയത്തിൽ നിന്ന് വീണ്ടും അബ്ദുൽ മുത്തലിബ് അബൂ താലിബിൻ്റെ കൈവശം മുഹമ്മദ് നബിയെ ഏൽപ്പിക്കുകയും ദരിദ്രം നിറഞ്ഞ ആ കുടുംബത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തികച്ചും പട്ടിണി സഹിച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട് ദിനരാത്രങ്ങൾ തള്ളി നീക്കി. പിന്നീട് നമുക്കറിയാം, ഉമ്മു ഐമൻ കൊണ്ടുപോയി ഏൽപ്പിച്ച ആ അബൂ താലിബിൻ്റെ കുടുംബത്തിൽ അബൂ താലിബ് സ്വന്തം മകനെപ്പോലെ കഅബാലയത്തിൻ്റെ പരിസരങ്ങളിലും വീടുകളിലുമൊക്കെ ആനുകൂല്യങ്ങൾ നൽകിയെന്ന് മാത്രമല്ല, നമ്മെ ഹൃദയത്തിൽ വേദനിപ്പിക്കുന്ന ഒരു ചരിത്രം ആ വിഷയത്തിൽ പറയാനുണ്ട്. അഥവാ അബൂ താലിബിൻ്റെ മക്കൾ ഭക്ഷണം എടുത്തു വെച്ചാൽ ഓടി വന്ന് അവർ മത്സരിച്ച് കഴിക്കും. മുഹമ്മദ് നബി അച്ചടക്കത്തിൽ ഒരു ഭാഗത്ത് നിന്ന് അബൂ താലിബിൻ്റെ ഭാര്യ ഫാത്തിമ എന്താണ് കൊടുക്കുന്നത് അത് മാത്രമേ കഴിക്കുള്ളൂ. കൈയിട്ട് മാന്താനം വാരി ഒരു മോശപ്പെട്ട ഒരു സംസ്കാരം, ഒരു ന്യൂനത അതില്ല. അള്ളാഹു അങ്ങനെ തർബീയത്തിൽ കൊണ്ടുവന്ന മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പല സമയങ്ങളിലും മുഹമ്മദിന് ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളത് ഫാത്തിമക്ക് മനസ്സിലായി. അബൂ താലിബിനോട് പറഞ്ഞു. ആ സമയത്ത് അബൂ താലിബ് അവിടെ വളരെ ഗൗരവത്തോടുകൂടി മക്കളെ വിളിച്ചു. എന്നിട്ട് അവരെ ഒരുമിച്ചിരുത്തി. എന്നിട്ട് മുഹമ്മദിന് ആദ്യം വിളമ്പിക്കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മറ്റുള്ള മക്കൾക്ക് വിളമ്പിക്കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണെന്ത്,
മുഹമ്മദിന് ഭക്ഷണം കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താതെ നിങ്ങൾ ആരും കഴിക്കരുത്. അള്ളാഹു എത്രത്തോളം വലിയ അനുകമ്പയും ആർദ്രതയുമാണ് ഹൃദയത്തിൽ മുഹമ്മദ് റസൂൽ ഇട്ടുകൊടുത്തിട്ടുള്ളത് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അങ്ങനെ ഒരു ദിവസം യാത്ര പോവുകയാണ് ആര്? അബൂ ത്വാലിബ്, കച്ചവടാവശ്യാർത്ഥം. ആ യാത്ര പോകുന്ന സമയത്ത് അവിടെ നിർത്തിപ്പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുട്ടിയായ മുഹമ്മദിനെ കൂട്ടി യാത്രാസംഘത്തിൽ പോരൂന്ന് പറഞ്ഞു. അങ്ങനെ യാത്രാസംഘം പുറപ്പെടുന്നത് മുതൽ അവിടെ യസ്രിബ് അങ്ങോട്ട് സിറിയ എത്തുന്നത് വരെ അത്ഭുതങ്ങൾ മാത്രമാണ് ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, അത്ഭുതങ്ങൾ മാത്രം. മേഘം തണലിട്ടുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെയിലത്തിരിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ തണൽ പ്രത്യേകമായി അവിടെ വന്നു നിൽക്കുന്നു. ഇങ്ങനെയുള്ള യാത്രക്കിടയിൽ അത്ഭുതകരമായ ഒരു വലിയ സംഭവം സംഭവിക്കുകയാണ്. അഥവാ ആ മക്കയിൽ നിന്ന് അവർ സിറിയയിലേക്കുള്ള കച്ചവട യാത്രക്കിടയിൽ നമുക്കറിയാം ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ ജീവിക്കുന്ന നാടാണ് അവിടെ. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മഠങ്ങളും ക്രിസ്ത്യൻ പുരോഹിതന്മാരും ആ കാലത്ത് ധാരാളമുണ്ട്, നല്ലവർ. അന്നത്തെ വേദഗ്രന്ഥം അനുസരിച്ച്, കാരണം അന്ന് ഖുർആൻ ഇറങ്ങിയിട്ടില്ലല്ലോ, ആ കാലഘട്ടത്തിലുള്ള തൗറാത്തും ഇഞ്ചീലിൻ്റെയും സാരാംശങ്ങളെ പഠിച്ചത് വിശ്വസിച്ചുകൊണ്ട് വരാൻ പോകുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം ക്രിസ്തീയ പുരോഹിതന്മാർ ആ കാലഘട്ടത്തിലുണ്ട്. അവരിങ്ങനെ മക്കയിൽ നിന്ന് വരുന്ന യാത്രാ സംഘങ്ങളെ കുറച്ച് കാലമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ? അവരുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയാൽ പിന്നീട് നിങ്ങളെ നേർവഴിയിലേക്ക് നടത്താൻ ഒരു ഇടയൻ വരും, അത് മുഹമ്മദാണ് എന്ന് വരെ ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ മുഹമ്മദിൻ്റെയും കുടുംബത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും അദ്ദേഹത്തെ എല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ച് മനസ്സിലാക്കിയ ആ ക്രിസ്തീയ മഠത്തിലെ പുരോഹിതന്മാരിൽപ്പെട്ട ഒരു പ്രഗത്ഭനായ പുരോഹിതൻ, ആ പ്രഗത്ഭനായ പുരോഹിതൻ എന്ത് ചെയ്തു? അദ്ദേഹം ഈ യാത്രാസംഘം ഇങ്ങനെ പോകുമ്പോൾ അബൂ ത്വാലിബിൻ്റെ യാത്രാസംഘത്തെ പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പോൾ അവിടെ ബുഹൈറ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് ബുഹൈറ. ആ ബുഹൈറ ഈ യാത്രാസംഘത്തെ നന്നായി ശ്രദ്ധിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൽ ചില അസാധാരണത്വം കണ്ടു. ഒരു കുട്ടിയെ അതിൽ പ്രത്യേകമായി അവർ ശ്രദ്ധിച്ചു. അവർ അസാധാരണത്വം ആ കുട്ടിയിൽ കണ്ടു. കാരണം മുകളിലേക്ക് നോക്കുമ്പോൾ ആ കുട്ടി നിൽക്കുന്ന ഭാഗത്ത് മേഘം, നല്ല കത്തുന്ന വെയിലത്താണ് പോണത്, അവിടെ മേഘം തണലിട്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ പൊതുവേ മക്കയിലെ ആ മുശ്രിക്കുകൾ കടന്നു പോകുമ്പോൾ ആരും വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ സൽക്കരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കാരണം അവർ ക്രിസ്ത്യാനിയാണ്, ഇവർ പിന്നെ മജൂസികളാണ്, രണ്ട് മതക്കാരാണ്. പക്ഷേ ബുഹൈറ ഈ കുട്ടിയെ കാണാൻ പ്രത്യേകം എന്ത് ചെയ്തു? നേരത്തെ തന്നെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉച്ചഭക്ഷണം ഇവിടെ നിന്ന് കഴിച്ചിട്ട് നിങ്ങൾ യാത്ര തുറന്നാലും മതി. അപ്പോൾ അവർക്കും വലിയ ആശ്വാസമായി. കാരണം നല്ലൊരു കൊശിയുള്ള ഭക്ഷണം വഴിയിൽ നിന്ന് വെച്ച് കിട്ടുക അങ്ങനെ ഇല്ലാത്തൊരു പതിവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എന്ത് വളരെ സന്തോഷമായി. അങ്ങനെ എന്ത് ചെയ്തു? ബുഹൈറ എന്തിനാ വിളിക്കുന്നത്? എൻ്റെ മഠത്തിലേക്ക് എല്ലാവരും വന്നിട്ട് ഈ ആളിൽ വെച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നു. ബുഹൈറ ആ വാതിലിൻ്റെ അറ്റത്ത് തന്നെ നിന്നു സൽക്കരിക്കാൻ. അദ്ദേഹം ആരെ സൽക്കരിക്കണത്? ഇവരൊന്നുമല്ല, ഇതിൽ ആ അത്ഭുത ബാലൻ അവൻ ആരാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ബുഹൈറ കാത്തിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും കടന്നുപോയി, അവസാനത്തെ ആളും കടന്നുപോയി. അപ്പോൾ ബുഹൈറ ചോദിച്ചു എന്ത്? അല്ല, ഈ ആളുകൾ മൊത്തം കഴിഞ്ഞോ? അത് കഴിഞ്ഞു, ഇനി വേറെ ആരും ഇല്ലേ? ഇനിയുള്ളത് ഒരു കുട്ടിയാണ്, അതൊരു അനാഥ ചെക്കനാണ്. ഞങ്ങൾ ചെറിയ കുട്ടിയായതുകൊണ്ട് അവനെ സാധനം നോക്കാൻ വേണ്ടി അവിടെ വെച്ചിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, അവനക്കുള്ള ഭക്ഷണം പിന്നെ കൊണ്ടുപോയാൽ മതിയല്ലോ. അത് പറ്റൂല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാവരും വരണം എന്നാണ്, ഒരാളെ പുറത്ത് നിർത്താൻ പറ്റൂല, അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ കുട്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഠത്തിലേക്ക് ഇങ്ങോട്ട് കയറി വരുന്ന സന്ദർഭത്തിൽ അവിടെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ബുഹൈറ ആ കുട്ടിയെ കൃത്യമായെന്ന് കണ്ട സമയത്ത് തന്നെ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ബുഹൈറക്ക് മനസ്സിലായി എന്ത്? ഇത് അസാധാരണത്വമുള്ള കുട്ടിയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അബൂ താലിബിനോട് ചോദിച്ചു, അല്ല നിങ്ങളെ കൂടെയുള്ള ഈ കുട്ടി ആരാന്ന് ചോദിച്ചു. അതിൻ്റെ മോനാണ്. നമ്മൾ പൊതുവെ മൂത്താപ്പാൻ്റെ മക്കള് എളാപ്പ മരിച്ചു കഴിഞ്ഞാൽ മൂത്താപ്പ പറയുന്നത് എൻ്റെ കുട്ടികളെന്നാ പറയുക. ആ അർത്ഥത്തിൽ എൻ്റെ മോനാണെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തേൽക്കാൻ ബുഹൈറ പറഞ്ഞു, അല്ല, നിങ്ങളുടെ മോനാകാൻ സാധ്യതയില്ല. കാരണം ഞങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഇവൻ്റെ പേര് മുഹമ്മദ് ആണെങ്കിൽ ഇവന് പിതാവ് ജീവിച്ചിരിക്കാൻ പറ്റൂല എന്നാണ്.
അയാൾ അത്ഭുതത്തോടു കൂടി അബൂ താലിബ് പറഞ്ഞു, ശരിയാണ്, ഞാൻ അവൻ്റെ എൻ്റെ സഹോദരൻ്റെ മകനാണത്, ഞാൻ അവൻ്റെ മൂത്താപ്പയാണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്. ഇപ്പോഴാണ് ആ ചരിത്രം കൃത്യമായി നോക്കൂ നിങ്ങൾ. ബൈബിളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള കൃത്യമായ അതുണ്ട്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിന്റെ 157-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതാണ്, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യ അൽ ഉമ്മിയ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട തൗറാത്തിലും ഇഞ്ചീലിലും പേര് രേഖപ്പെടുത്തിയ ഒരു ഉമ്മയായ പ്രവാചകൻ നിങ്ങളിലേക്ക് വരാനുണ്ട്. അപ്പോൾ ആ ഖുർആൻ വന്ന ആ റസൂലിനെ പറ്റി ഇതേപോലെ ബൈബിളിൽ വരാനുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹം വ്യക്തമായി കാണുകയാണ്. ബഹീറ കണ്ടു. മാത്രമല്ല ആ കാഴ്ചക്കിടയിൽ ബഹീറ പതിയെ എന്ത് ചെയ്തു? പതിയെ അവൻ്റെ പുറമൊന്നിങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ തടവി, വെറുതെ അങ്ങനെ തടവി. ആ തടവിയ സമയത്ത് കുട്ടിയുടെ പുറം ഭാഗത്ത് വെച്ചുകൊണ്ട് ഒരു കൈ കോട്ടിയുടെ അത്ര വലിപ്പമുള്ള ചെറിയൊരു കുമിള, ഒരു കാണമുട്ടൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ചെറിയ കുരു, അതാണെന്ത്? അത് ഖാത്തമുൻ നുബുവ, നുബുവത്തിൻ്റെ മുദ്ര, മോതിരം എന്ന് പറയും. അത് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടാവും, വേറെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ISIS മുദ്ര പോലെ ഒരു മുദ്രയാണത്. അല്ലാഹു തആല കൊടുക്കുന്നൊരു മുദ്രയാണ് ഖാത്തമുൻ നുബുവ, പ്രവാചകത്വത്തിൻ്റെ മുദ്ര, മോതിരം. അത് കയ്യിൽ തടഞ്ഞോടുകൂടി ബഹീറക്ക് മനസ്സിലായി ഇത് വരാൻ പോകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം അബൂ ത്വാലിബിനോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയുമായി സിറിയയിലേക്ക് പോയാൽ ജൂതന്മാരാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ എങ്ങനെ വേദഗ്രന്ഥങ്ങളിലൂടെ മുഹമ്മദ് എന്നൊരു പ്രവാചകനെ കുറിച്ച് കാത്തിരിക്കുന്നുവോ അതുപോലെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് തൽമൂദിലും അവർക്ക് കൃത്യമായി അവരും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കിട്ടിയ അവസരത്തിൽ കൊല്ലാൻ ജൂതന്മാർ കാത്തിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ ഈ കുട്ടിയുമായി കച്ചവട സംഘത്തിൽ യാത്ര പുറപ്പെട്ടാൽ ജൂതന്മാർ ആ കുട്ടിയെ കൊല്ലും എന്ന് ബഹീറ പറഞ്ഞപ്പോൾ അബൂ താലിബിനുള്ള സ്നേഹം നോക്കിങ്ങൾ അവിടെ ഒന്നും ആലോചിക്കണില്ല. വലിയ കുട്ടിയാകും, മഹാനാവും, എന്താ വേറെ ഒന്നും ആലോചിക്കണില്ല. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിൻ്റെയും, അന്ന് അവരൊന്നും കുട്ടികളാണ്, അവരെ കൂട്ടത്തിൽ തിരിച്ചയച്ചു. 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് വ്യത്യാസമുള്ള മക്കളെ യാത്ര ചെയ്തു, ഓരെ കൂടെ തിരിച്ചിങ്ങോട്ട് അയച്ചു. അങ്ങനെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അബൂബക്കർ റളിയല്ലാഹുവിനെയും ബിലാൽ റളിയല്ലാഹുവിനെ കൂടെ തിരിച്ചിങ്ങോട്ട് മടങ്ങി. ഇതാണ് യാത്രയിലുണ്ടായൊരു സംഭവം. ഈ നുബുവത്തിൻ്റെ ഈ കാലത്തിന് മുമ്പുള്ള ഈ ചരിത്രം നാം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ജോലി. എന്താ ജോലി? ജോലി എന്താണ്? ഒന്ന് ആടിനെ മേക്കുക, പിന്നെ ഒരു ജോലി എന്താ ചെയ്തത്? കച്ചവടം. അപ്പൊ ചെറിയ പ്രായത്തിൽ അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്ത ജോലി ആടിനെ മേക്കലാണ്. ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരും ആടിനെ മേച്ചവരാണ്. ഖുർആൻ പേരെടുത്ത് പറഞ്ഞ 25 പ്രവാചകന്മാരിൽ ഭൂരിപക്ഷവും ആടിനെ മേച്ചവരാണ്. എന്താണ് ആട് മേക്കലും പ്രവാചകത്വവും തമ്മിലുള്ള ബന്ധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ഒരുപാട് സംസ്കാരങ്ങൾ അതിൽ പകർത്താനുണ്ട്. ആടുമായുള്ള ജീവിതം, ആട് എന്ന സിനിമ അല്ലട്ട, ആടുമായുള്ള ജീവിതമാണ്. അത് പഠിക്കണം. അത് ആ സിനിമയിൽ നിന്നല്ല പഠിക്കേണ്ടത്. അത് സിനിമാ നടന്മാർ പൈസയ്ക്ക് വേണ്ടി അഭിനയിച്ച ഇസ്ലാമിനെയും അറബികളെയും മോശാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകളല്ല പോയി കാണേണ്ടത്. മറിച്ച് താരീഖിൽ പഠിക്കുക, താരീഖിലൂടെ പഠിക്കുക. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായ കാലഘട്ടത്തിൽ തന്നെ ആടിനെ മേച്ചു തുടങ്ങി. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ആട്ടിൻ പറ്റത്തിൻ്റെ ഇടയൻ ഒരു സമൂഹത്തിൻ്റെ നായകനെ പോലെയാണ്. ആണോ അല്ലേ? ആണ്. 100 ആടുകളുമായി നടക്കുന്ന ആട്ടിടയൻ അതിന് മുമ്പിലാണ്. ആ ആട്ടിടയൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആടുകൾ ചലിക്കുന്നത്, അല്ലേ? വേണ്ടതും വേണ്ടാത്തതും ആര് പറഞ്ഞു കൊടുക്കണം? ആടിന് ഇടയൻ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അന്യൻ്റെ തൊഴുക് അനുഭവം. അപ്പോൾ അവൾക്ക് പോകാൻ പറ്റൂല, ഇവൾക്ക് പോകാൻ പറ്റില്ല, അവളെ തലടാൻ പറ്റൂല. ഇങ്ങോട്ട് ഇങ്ങനെ കാണിച്ച എങ്ങനെ പോകണം, അങ്ങനെ കാണിച്ച എങ്ങനെ പോകണം, ഇതെല്ലാം ഇടയൻ പഠിപ്പിക്കലാണ്. അപ്പോൾ ഒരു വലിയ സമൂഹത്തിന് മാർഗദർശനം നൽകാൻ വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു ദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ, ലോകർക്കുള്ള മുഴുവൻ മാർഗ്ഗദർശിയാണ് മുഹമ്മദ് നബിയെ താങ്കൾ.
മാത്രമല്ല താങ്കൾ അള്ളാഹുവിന്റെ ഇസ്ലാം എന്ന ദീന് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി പഠിപ്പിക്കാൻ അള്ളാഹു തആല തെരഞ്ഞെടുത്ത ഒരു പ്രബോധകനാണ് നബിയെ താങ്കൾ. അതുകൊണ്ട് വസിറാജൻ മുനീറാ, താങ്കൾ ഇസ്ലാമിന്റെ പ്രഭചൊലിയുന്ന ഒരു വിളക്കമാടമാണ് റസൂലേ. വിളക്കുമാടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി ട്യൂബ്ലൈറ്റ് പോലെ എന്നല്ല. നമ്മുടെ നാട്ടിലുള്ള ഉസ്താദന്മാരൊക്കെ സാധാരണക്കാരായ ആൾക്കാരോട് പറഞ്ഞു കൊടുത്തത് നബി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. ആണോ? പ്രകാശ സ്വരൂപികൾ മലക്കുകളാണ്. തീലാനകൾ കൊണ്ട് സൃഷ്ടിച്ചത് ജിന്നുകളെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് തുറാബിൽ നിന്നാണ്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ ആ മണ്ണെന്ന സത്തയിൽ നിന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ ഉണ്ടായത്. നമ്മളൊക്കെ മണ്ണിൻ്റെ സന്തതികളാണ്, പ്രകാശ സന്തതികളല്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പണ്ഡിത പുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് എന്താണ്? ഇന്ന ബൈതൻ അൻത സാകിനഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. ഇന്ന ബൈതൻ അൻത സാകിനഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. നബി നിങ്ങൾ വീട്ടിലുണ്ടായ പിന്നെ അവിടെ വിളക്കത്തിക്കേണ്ട ആവശ്യമില്ല. നോണ അടിച്ചു വിടുക. പള്ളിയിലുള്ളത് തലകണക്ക് മുകളിൽ വെള്ള തുണി പിരിച്ച് വലിയ വലിയ മൂലയന്മാർ പാവപ്പെട്ട മനുഷ്യന്മാരെ വിളിച്ചു വരുത്തിയിട്ട് കൊടുക്കുന്ന ഹിമാലയൻ നോണ. ഈ കള്ളക്കഥ പറയാനാ പള്ളിയിലുള്ളത്. എന്നാൽ അതിന് പേരെന്താ? മദ്ഹ്, മഹാന്മാരെ മദ്ഹ്, മൗലിദ്. എന്ത് മദ്ഹ് അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് തലേ ദിവസം അവിടെ വിളക്ക് കത്തിക്കാൻ മണ്ണെണ്ണ ഇല്ലാത്തത് കൊണ്ട് അയൽപക്കത്തുള്ള ജൂതന്റെ വീട്ടിൽ പോയി ആയിഷ റളിയല്ലാഹു അൻഹാ എണ്ണ വാങ്ങിയെന്ന് ഹദീസിൽ കാണാം. എന്നിട്ടാ പറയുന്നത് നിങ്ങളുള്ള പേരൻ്റെ വിളക്കിൻ്റെ ആവശ്യമില്ല നബിയെ, നിങ്ങൾ ലേറ്റാണ്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ സൂചി വീണ് പോയത്രേ. ആ സൂചി വീണ് പോയ സമയത്ത് ആയിഷ ബിബി നബിയോട് പറഞ്ഞു, നബിയെ എൻ്റെ സൂചി വീണ് പോയി, നിങ്ങളൊന്നും ഇങ്ങോട്ട് മുഖം കാണിച്ചാണ്. നമ്മളെ മാപ്പിളാർ പറയില്ല, മനുഷ്യങ്ങളെ ആ ടോർച്ചേറ്റ് വന്നിട്ട് വന്നാണ്, സൂചി വീണ് അടിച്ചാണ് എന്ന് പറഞ്ഞാൽ നബിയെ നിങ്ങളൊന്നും മുഖേറ്റ് വന്നാണ്. റസൂലിൻ്റെ മുഖാണ് താത്തിയോടുകൂടി അവിടെ ആ ഇരുട്ടത്ത് ടോർച്ച് അടിച്ച പോലെയായി ആ സൂചി കണ്ടു. ഇങ്ങനെ മൗലിദും മാലിലും അടിച്ചു വിടുന്ന കള്ളക്കഥ. ഇത് ഖൗമ് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് കേൾക്കുക അന്ധവിശ്വാസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അത്ഭുതകരമായ ഒരുപാട് സിഫത്തുകളുണ്ട്. അത് ഹദീസിലുമുണ്ട്, ആയത്തുകളിലുമുണ്ട്, ഈകാരികമായ താരീഖുകളിലുമുണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കാം, അത് പറയാം, അത് പുണ്യം കിട്ടുന്ന കാര്യമാണ്. ഇല്ലാത്ത ഈ തരത്തിൽ കായുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മത്തിനെ ചൂഷണം ചെയ്യുന്ന അത്തരത്തിലുള്ള ഏർപ്പാടിലൊന്നും നമ്മളെ ബന്ധുക്കളോ പോയി തരരുത്. അവിടെ എല്ലാ സമയം ചെലവഴിക്കേണ്ടത് ഇൽമിൻ്റെ വേദിയിലാണ്, ശറഈയ ഇൽമിൻ്റെ വേദിയിലാണ്. ബിദ്അത്തും ശിർക്കും ഖുറാഫാത്തുമല്ല, മറിച്ച് തൗഹീദും സുന്നത്തും സലഫിയത്തുമാണ് നമ്മുടെ ആദർശം. അതേ വിജയിക്കുള്ളൂ. അങ്ങനെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഒരു ആട്ടിടയൻ എന്ന് പറഞ്ഞാൽ ആ ഇടയൻ എന്ന ആടുകളുടെ നേതാവാണ്. ഒരു സമൂഹത്തെ മുഴുവനും കൃത്യമായി മേക്കുന്ന ഒരു നായകനാണ് യഥാർത്ഥത്തിൽ. അപ്പം അതിലൂടെ ഈ തൊഴിൽ പഠിപ്പിക്കലിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്ന എന്താ? വലിയൊരു സമൂഹത്തിനൊക്കെ നോക്കാൻ ഉണ്ട്. മാത്രമല്ല മനുഷ്യരെ ആടുകളോട് ഉപമിക്കാറുണ്ട്. കാരണം എന്താ? ആട്ടിടയൻ സദാസമയത്തും ഒരു ഇടയൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ജാഗ്രത ഉള്ളവനാവും. കാരണം എന്താ? ആട് നഷ്ടപ്പെട്ടു പോകും, പുലി പിടിക്കും, ചെന്നായ പിടിക്കും, ആനാൻ്റെ തൊടു കയറി കൃഷി നശിപ്പിക്കും. അപ്പോൾ ഫുൾ ടൈം ശ്രദ്ധയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ കുറിച്ച് ഒരു പ്രബോധകൻ. അങ്ങനെയാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല വാർത്ത കൊണ്ടുവരികയാണ്. മാത്രമല്ല ആട്ടിടയൻ മനോഹരമായ പ്രകൃതിയെ ആസ്വദിക്കുക വഴി അതിലൂടെ സൃഷ്ടാവായ ലോകത്തിൻ്റെ റബ്ബായ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാനും കൂടുതൽ ഈമാൻ സ്വരൂപിക്കാനും കഴിയും. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക വഖിനാ അദാബന്നാർ. നമ്മുടെ വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ആകാശ മേലാപ്പിലേക്ക് നമ്മളൊന്ന് കണ്ണുതോർച്ച് നോക്കുമ്പോൾ അരിമണികൾ വാരിവിതറിയ പോലെ നാം കാണുന്ന താരാപഥങ്ങൾ, അതുപോലെ തന്നെയുള്ള നക്ഷത്രം, അതുപോലെ തന്നെയുള്ള സൂര്യന്, ചന്ദ്രന്, നിലാവലകള്, ഇതെല്ലാം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ റബ്ബിനെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും പരലോകത്തെ കുറിച്ച് ബോധ്യമാക്കാനും അല്ലാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളാണ് അല്ലേ? അപ്പം ഈ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ പഠിക്കാൻ കൂടി ഈ ജോലിയിലൂടെ സാധിക്കുന്നതാണ്. ആലോചിക്കുന്നവൾ മാത്രമല്ല മിണ്ടാപ്രാണികളോട് ഇടയന് കരുണയുണ്ടാകും. സ്വാഭാവികമാണ്, ഹൃദയത്തിൽ കരുണ ഉണ്ടാവും. ആ ഹൃദയത്തിൽ കരുണ ഉണ്ടായാൽ അതിനി വരാൻ പോകുന്ന സമൂഹത്തിന് മുമ്പിൽ കാണിക്കേണ്ടി വരും. ഓരോരുത്തർ കല്ലേറ് കിട്ടും, കൂക്കുവിളി കേൾക്കും, പട്ടിണി കിടും, എല്ലാം കടന്നു വരാൻ പോവുകയാണ്.
അപ്പോഴൊക്കെ അവരോട് കരുണ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിന്റെ മരണാരണത്തിൽ വെച്ചുകൊണ്ട് എറിഞ്ഞാട്ടി ത്വായിഫില് എത്തിയതിന്റെ വീടിന് ഉമ്മമാരുടെ അമ്മാവന്മാരെ നാടാണ്. ആ നാട്ടിലേക്ക് റസൂല് വന്നുകൊണ്ട് ഈ ശത്രുക്കൾ മുശ്രിക്കുകൾ എറിഞ്ഞാട്ടിയ കാലഘട്ടത്തിൽ പ്രവാചകത്വത്തിന് ശേഷമുള്ള കാലമാണ്. അവിടെ വന്ന് വാർന്നൊലിച്ച കാലുമായിരിക്കുമ്പോ രക്തമിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ അവിടെ വെച്ചുകൊണ്ട് മലക്ക് ജബല് പർവ്വതം അഥവാ മലകളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് മലയും താങ്ങിക്കൊണ്ടുവരികയാണ്. മല താങ്ങിയിട്ട് വരികയാണ്. കാരണം എന്താ, മലക്കിനെ സംബന്ധിച്ചിടത്തോളം മല എന്താ വളരെ എളുപ്പമാണ്. ആ വലിയൊരു പർവ്വതം കയ്യിൽ താങ്ങി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇതാ മലയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കാണ് ഞാൻ. അള്ളാഹ് എന്നെ പറഞ്ഞയച്ചതാണ് ഈ സമൂഹത്തിനെതിരെ ശിക്ഷ വിധിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കൾ ഒരു ഓർഡർ തന്നാൽ മതി, നിങ്ങൾ അനുവാദം ചോദിക്കാൻ അള്ളാഹ് വിട്ടതാണ്. നമ്മളാണെങ്കിൽ എന്ത് പറയും അല്ലേ? ഒന്നായിട്ടാണ് നശിപ്പിച്ചാൽ എത്തിനായിട്ടൊക്കെ ബാക്കിയാക്കുന്നത്. ഇത്ര കാലമായി തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? ഇപ്പോഴും നന്നാണില്ല. ഖമറുല്ലമ ശംസുൽമാൻ നടക്കല്ലേ, ആട് തൂഫാനാക്കി കളി. നമ്മളെ അള്ളാഹിന്റെ ഹബീബ് അല്ലാഹുവിന്റെ ജനക്ക് നീ പുറത്തു കൊടുക്ക്, അവരറിവില്ലാതെ ചെയ്തു പോയതാണ്, ഒരു പരാതിയും എനിക്കില്ല. റസൂലിന്റെ കരുണ നോക്ക് നിങ്ങൾ. നിനക്ക് അല്ലാഹു തആല ചെറുപ്പത്തിൽ തന്നെ ജോലികളുടെ വാർത്ത കൊണ്ടുവരികയാണ്. ഒരു അനുചരൻ ഒരിക്കൽ ഒരു കുഞ്ഞിനെ, ഒരു പക്ഷിക്കുഞ്ഞിനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗിഫ്റ്റായി കൂട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ട് കൊടുക്കുകയാണ്. റസൂലിനെ ഇഷ്ടപ്പെടാൻ വേണ്ടി നബി ആ കുട്ടിയെ ഒന്ന് തൊട്ട് ഉമ്മ വെക്കാൻ വേണ്ടിയിട്ടാണ്. അത്ര ഇഷ്ടമാണ് മക്കൾക്ക് പോലും പ്രവാചകനെ. ഇന്ന് നമുക്ക് സിനിമാ നടന്മാര്, അതുപോലെ തന്നെ യൂട്യൂബ് ബ്ലോഗേഴ്സ്, സീരിയലിലെ പ്രത്യേകമായ നടീനടന്മാര്, അതുപോലെ തന്നെ തോന്നിയാസങ്ങളുടെ മേച്ചിൽ പുറങ്ങളായി ഈ കേരളക്കരയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ചില സിനിമാ നടന്മാരുടെ കീഴിലുള്ള 100 ദിവസത്തെ പ്രോഗ്രാമുകൾ, അതിനൊക്കെ പുറത്തിറങ്ങുന്ന ആൾക്കാരെ ഷാളിട്ട് മാലട്ട് നോട്ടുമാലട്ട് അവളെ കൈകൊട്ടി സ്വീകരിക്കാനാണ് ഇന്ന് ട്രെൻഡ്. ഓരോട് മുഹമ്മദ് നബി ആരാ അറിയില്ല, 10 സഹാബികൾ സ്വർഗാവകാശികൾ അറിയില്ല, റസൂലുള്ളാഹി എത്ര ഭാര്യമാരുണ്ട് അറിയില്ല. പ്രാഥമികമായ ഒരു ഇസ്ലാമിനെ പ്രപഞ്ച മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെന്ന് ചോദിച്ചാൽ, തിരങ്ങാടിയുള്ള ഒരു ഡോക്ടറെ ഒരു മോള് പണ്ട് സാൽവേഷൻ എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷത്തിനൊക്കെ മുകളിലായി. അതിൻ്റെ ദേവാ പ്രവർത്തനത്തിൽ പോയ കുറച്ച് പ്രവർത്തകർ പറയാ, നല്ല എഡ്യൂക്കേറ്റഡ് ആയ മുസ്ലിം ഡോക്ടറെ വീട്ടിൽ ചെന്നതാ. അപ്പോൾ ഈ ലഘുലേഖ കൊടുത്തപ്പോൾ മുഹമ്മദ് നബി കാരുണ്യവാനായ പ്രവാചകൻ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ റസൂലിനെ കുറിച്ചൊക്കെ? പ്രൊഫറ്റ് ഓഫ് മുഹമ്മദ് അല്ലേ? പുള്ളിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ ഇത് വായിച്ചിട്ടുണ്ട്. അല്ലെ, ഒരു മുസ്ലിം പെരീത്ത പെൺകുട്ടികളൊക്കെ പറയുന്നത്. അവർക്ക് എത്തി കാലം. ഇന്ന് എവിടെ സ്വഹാബത്തിലെ കുട്ടികൾക്ക് പോലും റസൂലിനോടുള്ള സ്നേഹം എത്രയാണ്. ആ പക്ഷിക്കുഞ്ഞുമായ റസൂലിന്റെ അടുത്തേക്ക് വന്നപ്പോ ആ കുഞ്ഞിനെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ എന്നോട് എനിക്കിഷ്ടമാണ്, സ്നേഹമാണ്, നീ എൻ്റെ മനസ്സിന് സന്തോഷം നൽകാൻ വേണ്ടി എനിക്ക് നീ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷിയുടെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ കാണാതെ ആ പക്ഷി കൂട്ടിലെത്തിയാൽ കരയും, അതിൻ്റെ ഹൃദയം വേദനിക്കും. അങ്ങനെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ ഹൃദയം വേദനിച്ചിട്ട്, ഒരമ്മ പക്ഷിയുടെ ഹൃദയം വേദനിച്ചിട്ട് എനിക്കൊരു സന്തോഷം വേണ്ട മോനെ, ആ കുഞ്ഞിനെ തിരിച്ചു കൂട്ടിൽ കൊണ്ടുപോയി ആക്കൂ. റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലെ സ്നേഹം നോക്കി നിങ്ങൾ. യുദ്ധ സന്ദർഭത്തിൽ ഒരിക്കൽ ഭാഗത്ത് സൗകര്യത്തിന് വേണ്ടി തീയിട്ട സമയത്ത് കുറച്ച് ഉറുമ്പുകൾ ആ തീയിൽ കരിഞ്ഞു പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. കണ്ണുകൾ കലങ്ങി, ഹൃദയം വേദനിച്ചു. റസൂലുള്ളാഹി കോപാകുലനായിക്കൊണ്ട് വിളിച്ചു ചോദിച്ചു, ആരാണ് ഈ ക്രൂരത ചെയ്തത്? അതാണ് നമ്മുടെ നേതാവ്. എന്നിട്ട് ആ റസൂലിനെ പറ്റിയാണ് ലോകം തെറ്റിദ്ധരിപ്പിക്കുന്നത്. വാടുകൊണ്ട് പ്രചരിപ്പിച്ച ആളാണ്. ആലോചിച്ച് നോക്കുന്നത്. പ്രവാചക ജീവിതത്തിൽ 23 വർഷക്കാലത്തെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച യുദ്ധങ്ങളും സ്വഹാബത്ത് നയിച്ച യുദ്ധങ്ങളിലും ആകെ ടോട്ടൽ മരണപ്പെട്ടത് 2800 ചില്ലാൻ ആളുകളാണ്. ആലോചിക്കണം. എന്നാ ഇവിടെ ഇന്ന് ഈ സിറിയയിലും ഗസയിലും അതുപോലെ തന്നെയുള്ള ഈ അറബി രാജ്യങ്ങളിലെ പച്ചപ്പാമരായ മുസ്ലിം സമുദായത്തെ അമുട്ട് പൊട്ടിക്കണ പോലെ പൊട്ടിക്കണത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ മനുഷ്യന്മാർ, ക്രിസ്ത്യൻസാ, യഹൂദികളാ. എന്നിട്ട് അവരാണ് ഇസ്ലാമിൻ്റെ നേരെ ഈ ലിബറലിസവുമായി കടന്നു വന്ന് പരിഹസിക്കാൻ നിൽക്കുന്നത്. ഞാൻ അങ്ങനത്തോലെ എടുത്തു പോയിട്ട് ഞാൻ മദ്രസ പഠിച്ചിരുന്ന കാലത്ത് ഭയങ്കര പ്രയാസമായിരുന്നു. മദ്രസൊക്കെ നല്ല തന്നെ. ഈ മറ്റേ സിനിമാ നടൻ്റെ പ്രോഗ്രാമെന്ന് നടനും ഞാൻ പറയില്ല, ആ സംരംഭം ഞാൻ പറയില്ല.
നമ്മളൊക്കെ വീഡിയോ ഇങ്ങനത്തെ ചാനലുകളുണ്ടല്ലോ, ആ ചാനലുകൾ തിരക്കടില്ലാന്നും പറഞ്ഞിട്ട് അതിനൊക്കെ റീച്ച് കൊടുക്കുന്ന മുസ്ലിം സമുദായമായി നമ്മൾ ശ്രദ്ധിക്കുക. അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്ന ചാനലല്ല. അതിൻ്റെ അർത്ഥം മറ്റേ ചാനലൊക്കെ വളരെ സുന്നത്തമായ അർത്ഥത്തിലല്ല. ഇത്രത്തോളം നമ്മുടെ സംസ്കാരങ്ങൾ പോലും നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഈ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടക്കാർ ഇറക്കി വിടുന്ന ഈ സമുദായത്തിലെ മനുഷ്യന്മാർ എന്നിട്ടൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ വെച്ചിട്ട് എന്നിട്ട് അതിനെ കുറ്റം പറഞ്ഞാൽ ഓൾ അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ്ട് നേരെ ചാനൽ ആരും മൈൻഡ് ചെയ്യാനല്ല. ഉമ്മത്ത് മുസ്ലിമിൽ എന്ത് ഓള് ഒന്ന് ആരോഗ്യങ്ങൾ. പക്ഷെ സമുദായം മാറി. ഹറമിൽ കേരളത്തിലെ വലിയൊരു സിനിമ നടൻ ഹജ്ജിന് ഉംറയ്ക്ക് വന്ന സമയത്ത് തവാഫ് സ്റ്റക്കായി. ആ ഹറമിന്റെ ചരിത്രത്തിൽ എത്ര ബ്രൂണി സുൽത്താന്മാരവിടെ വന്നിരുന്നു? ഒരു തവാഫ് സ്റ്റക്കായിട്ടില്ല. ഈ ചെങ്ങായി വന്നപ്പോ കേരളത്തിൽ മമ്മൂട്ടിയൊക്കെ വന്നപ്പോ ഹറമില് തവാഫ് നിന്നുപോയി. രാജ്യത്തെ മലയാളികൾ ചോദിച്ചു എന്താ കഥ? കാരണം ബലം തിക്കും തിരക്കും. അവിടെ അജലവസ്ഥതല്ല മുത്തനെ ബലൊന്ന് കാണണം, ബലൊന്ന് തോണ്ടണം. എവിടെയാണ് മുസ്ലിം സമാജത്തിന് ചിന്ത എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. താരീഖിലേക്ക് മടങ്ങി ജാഹിലിയ കാലഘട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇത്. ഒരു വേശ്യയായ പെണ്ണ് ആ പെണ്ണ് നടന്നു വന്ന് ആ വെള്ളമുള്ള കിണറിലേക്ക് കപ്പിയും പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി അതിൽ നിന്ന് വെള്ളം കുടിച്ച് കയറുമ്പോൾ വെള്ളം കിട്ടാതെ നാക്ക് മണ്ണിൽ കപ്പി നായ വാല് നാക്ക് തൂക്കിയിട്ട് വരുന്നു. വേശ്യപ്പെണ്ണാണ്. ആ വേശ്യയായ പെണ്ണ് ഹൃദയത്തിനകത്ത് കരുണയുള്ളത് കൊണ്ട് ആ നാക്കാലിയോടുള്ള മിണ്ടാപ്രാണിയുള്ള കരുണയുടെ ഭാഗമായി അവിടെ ഇറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് കടിച്ചു പിടിച്ച് കയറി ആ നായ ആ വെള്ളം മുഴുവനും കപ്പി കുടിച്ച് വാലാട്ടി തിരിച്ചുപോയി. റസൂലുള്ളാഹി പറഞ്ഞ അവൾ സ്വർഗത്തിലാണ്. അതിൻ്റെ അർത്ഥം വേശ്യപ്പണിക്ക് പോയിക്കാണ്ട് കണ്ണ് തറാമൊക്കെ ചെയ്താലും കുഴപ്പമില്ല, ഹൃദയത്തിൽ കുറച്ച് കരുണുണ്ടായാൽ മതി എന്നും പറഞ്ഞാൽ 4 എത്തിമക്കൾക്ക് ദാനം ചെയ്തുകൊണ്ട് സ്വർഗത്ത് പോന്നിയായിരിക്കണ്ട. അതിനല്ലാതെ ഇവിടെ പറഞ്ഞത് അവിടെ സ്പോട്ടിലുള്ള കൂലിയാണ് കൊടുക്കുന്നത്. ആ ശരീരം വെച്ച് ജീവിക്കുന്ന പെണ്ണിന് പോലും ഹൃദയത്തിനകത്തുള്ള കരുണ അത് റബ്ബിന് ഇഷ്ടമാണ്. അല്ലാതെ പോലെ കരുണ ഇവൻ ആരാ? അല്ലേ? ഇവിടെ അല്ലല്ല എന്ന് പറഞ്ഞ് കൊച്ചി സംസാരിക്കുന്ന ഈ തോന്നിയാസൊക്കെ ചെയ്യുന്നവർക്ക് ഈ കാറ്റും വെളിച്ചും വായും വെള്ളവും ഒക്കെ കൊടുക്കാൻ ആരാ? റബ്ബല്ലേ? അല്ലേ? ഏർവാടി, മുത്തുപ്പേട്ട, നാഗൂർ, അജ്മീറും അതേപോലെ ജാനകി ചേച്ചി എന്ന് പറയുന്ന മുനമ്പത്തി ബിബിൻ്റെ അടുത്തൊക്കെ പോയി അവിടെ ജാറം മൂടി അവിടെ നക്കി മണത്ത് മുത്തി തിരിച്ചു പോന്ന് ഭാര്യ ഗർഭിണിയായി പ്രസവം കഴിഞ്ഞ് അവിടെ തന്നെ പോയി. എന്നിട്ടും ആ കുട്ടിക്ക് ശ്വാസകോശം കൊടുക്കണം ആരാ? അല്ലേ? അല്ലേ? ചേനര, തിരൂര് ചേനര, പുറത്തൂര് ചേനര 25 വർഷം കുട്ടികളില്ലാത്ത അബൂബക്കർ ഹജ്ജിന് പോയി, ഹാജിയായി. എന്നിട്ടും അല്ലാഹ് പരീക്ഷിച്ചു. അവസാനം ഏർവാടി നാഗൂരിഞ്ഞ് പോകാത്തൊരു സിയാർത്ത് കേന്ദ്രമില്ല. അവസാനം അയൽവാസിയായ രാജേട്ടൻ പറഞ്ഞത് നിങ്ങൾ ഗുരുവായൂരൊന്ന് വന്ന് നേർച്ചൊടുക്കിയാൽ. അല്ലാഹ് അയാളെ പരീക്ഷിച്ചു. ഭാര്യ ഗർഭിണിയായി. കൂറ് അവിടെ ഉണ്ട്, ചോറ് അവിടെ തന്നെ ആണെന്നുള്ളവർക്ക് എന്ത് ചെയ്തു? രണ്ടും കൊണ്ട് അവിടെ തുലാഭാരം നടത്തി. ആചാര്യ പുറത്താക്കിയാൽ നമ്മളെ ഇവിടുത്തെ സുന്നത്തമായത്തിൻ്റെ കമ്മിറ്റികൾ എന്തിന്? ആചാര്യ കടത്തിട്ട കല്ലിൻ്റെ അടുത്ത് പോയി നെഞ്ചു പൊട്ടി കരഞ്ഞ കാലത്ത് ഒരു കുഴപ്പമില്ല, മൂപ്പര് ഒറിജിനൽ സുന്നി. ആചാര്യ നിർത്തിയിട്ട കല്ലിൻ്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെ കാഫറാകുന്നത്? ഇസ്ലാമിൽ രണ്ടും ഒന്നാ. മയ്യത്താവുന്ന മഹാത്മാക്കളോട് തേടിയാലും നാട്ടി വെച്ച ഈ വിഗ്രഹത്തിൻ്റെ പിന്നിലുള്ള പുരുഷന്മാരോട് തേടിയാലും രണ്ടും അള്ളാന്റെ ഭാഷയിൽ ശിർക്കാം, ഖുർആന്റെ ഭാഷയിൽ. അതുകൊണ്ട് രാമകുട്ടി ചെയ്യുന്ന പ്രവൃത്തി രായകുട്ടി ചെയ്താലും രണ്ടും ഒന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിലുള്ള ആ അന്ധതയും അന്ധവിശ്വാസങ്ങളും പ്രിയമുള്ളവര് ഈ ടെക്നോളജി കാലഘട്ടത്തിൽ വേറെ രൂപത്തിൽ വന്നിരിക്കും. ഒരുതരം എന്താണ് ജാഹിലികളായി മാറിയിരിക്കുകയാണ്. ജഹാലത്ത് ബാധിച്ചവർ, ഒരുതരം ഭൗതിക ജ്വരം ബാധിച്ചവർ. ഇതിലൊന്നും നമ്മളും നമ്മുടെ മക്കളും പെടാതിരിക്കാൻ അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധ പുലർത്തിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇനി ഇതുപോലെ നമ്മളെ മേക്കാൻ ഒരു ആട് മേക്കാൻ പോലെ ഒരു മേക്കാൻ മുഹമ്മദ് നബിയില്ല, ഒരു സ്വഹാബത്തില്ല. അവർ വിട്ടേച്ചു പോയ സുന്ദരമായ ഇസ്ലാമിൻ്റെ രാജപാത ഇവിടെ ഉണ്ട്. അത് കണ്ടെത്തുക, അതിന് സമയം ചെലവഴിക്കുക, അതിലേക്ക് വേണ്ടി നമ്മൾ ഇരിക്കുക, പോവുക. ജുമാക്ക് പോലും ഇമാം മുമ്പിൽ കയറിയ മുമ്പ് ഒന്ന് നേരത്തെ വന്നാൽ അതിന് കിട്ടുന്ന പ്രതിഫലം എത്ര കുത്തു പറഞ്ഞാലും അത് പിന്നെയും തദൈവമാണ്. സൊഫുകൾ മുഴുവനാക്കി നമ്മൾ ഇരുന്നാൽ ഒരു ആഴ്ച മുതൽ അടുത്ത ആഴ്ച വരെയുള്ള ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. ജുമായുടെ സുഹൃത്തിൽപ്പെട്ടാണ് നിങ്ങൾക്കിടയിൽ സൊഫുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞത് നമ്മൾ അള്ളാഹുവിൻ്റെ വജഹ് ആഗ്രഹിച്ച് സ്വർഗം ആഗ്രഹിച്ച് നിങ്ങൾക്ക് മുന്നിൽ കയറി. കൈകാലം മുട്ടുവേദനകൾക്ക് പ്രശ്നമില്ല.
രോഗികൾക്ക് പ്രായമുള്ളവർക്ക് പ്രശ്നമൊക്കെ ഉണ്ട്. അവർക്ക് ഇനി കടന്നുറങ്ങിയാലും കുഴപ്പമില്ല, അവിടെ ഉറങ്ങല്ല കടന്നു കേട്ടാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആരോഗ്യം, ഈ ഒരു ആരോഗ്യം, ഈ ഒരു നട്ടല്, ഈ ഒരു മജ്ജ ഒന്ന് പേച്ചാൽ പോലെ ഒന്ന് അറിയിച്ചു നോക്കി. ഒരു ചെറിയ സ്റ്റോക്ക് വന്ന് കൈയൊന്ന് തള്ളാൻ പോലെ കഴിഞ്ഞില്ലേ. അപ്പൊ നമ്മൾക്ക് അള്ളാഹു നൽകിയ നിഅമത്തിനെ നാം തക്ബീറുകൾ ചൊല്ലി പുതുക്കേണ്ടത് പെരുന്നാളിന് മാത്രമല്ല, നമ്മളെല്ലാ സമയത്തും. അള്ളാഹു തന്ന നിഅമത്തിനെ എണ്ണിയാൽ ഒരിക്കലും നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഈ വെള്ളിയാഴ്ച നാം ഓതിയ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് എന്താ? കുല്ലൗ കാനൽ ബഹ്റു മിനാദൻ ലികലിമാതി ലനഫിദൽ ബഹ്റു അൻ തൻഫദു കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ. 7 സമുദ്രങ്ങൾ മഷിയാക്കിയാലും ആ സമുദ്രങ്ങളുടെ മഷിയെ എഴുതാൻ വേണ്ടി ലോകത്തുള്ള മുഴുവൻ മരങ്ങൾ കൂർപ്പിച്ച് പേനയാക്കിയാലും അതിനെ മുക്കി എഴുതിയാൽ പേനയും തേഞ്ഞു പോകും, മഷിയും പറ്റിപ്പോകും. അള്ളാന്റെ ഇൽമു ബാക്കിയേ. ആ അള്ളാനെയാണ് നമുക്ക് വേണ്ടത്. ആ റബ്ബിന്റെ പുത്രിയാണ് നമുക്ക് വേണ്ടത്. അവന്റെ സ്വർഗമാണ് നമുക്ക് വേണ്ടത്. അവൻ സൃഷ്ടിച്ച നരകത്തിനാണ് രക്ഷപ്പെടേണ്ടത്. അതിനെന്ത് വേണം? റസൂലിന്റെ താരീഖുകൾ പഠിക്കണം. അല്ലാഹു തആല ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പകർത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم وبارك على هذا النبي العظيم الذي ارسلته رحمة للعالمين وصلى الله وسلم تسليما كثيرا. اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ള നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്ന് പ്രത്യേകം പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് തോന്നിയാസങ്ങൾ ആ മക്കയിൽ അരങ്ങേറിയിട്ടുണ്ട്. അതിലൊരു തോന്നിയാസമാണ് നമ്മുടെ നാട്ടിലെ ഉറൂസ് നേർച്ച പോലെ ഉത്സവം. ആ ഉത്സവങ്ങൾക്ക് വേണ്ടി എല്ലാവരും പുറപ്പെടുമ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയടിച്ചു പോരാം എന്ന നിലക്ക് കുട്ടിയായ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി തിരിച്ചു. വഴിയിൽ ക്ഷീണം തോന്നിയ ഒരു മരത്തിന് ചോട്ടിലിരുന്നു അള്ളാഹ് ഉറക്കി കളഞ്ഞു. 3 തവണ അതുപോലെ ഉത്സവത്തിന് പോകാൻ ശ്രമിച്ചു, അള്ളാഹ് കൊണ്ടേയില്ല. കാരണം ഒരു തിന്മയുടെ സദസ്സിൽ പോലും ഹാജരായി ജീവിതകാലത്തിനിടയിൽ എന്ന ഒരു കാര്യം പോലും ശത്രുക്കൾക്ക് പറയാൻ. അതുകൊണ്ടല്ലേ 40-ാമത്തെ വയസ്സിൽ വഹി ഇറങ്ങി ഈ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ സമയത്ത് ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്തിനാ നിങ്ങൾക്ക് അറിയോ? ഇല്ല അറിയില്ല. എന്താണ് നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം? എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞെന്താ? അബൂലഹബ് പോലും പറഞ്ഞെന്താ? മാന്യന്റെ മകൻ, മാന്യനായ തറവാട്ടുകാരൻ, അൽ അമീൻ, വിശ്വസ്തൻ. അത് കഴിഞ്ഞ് ലാ ഇലാഹ എന്നാണ് പറഞ്ഞപ്പോഴാണ് അവിടെ റസൂലുള്ളാഹി വേണ്ടാത്തവനായത്. അയ്യോ എല്ലാ എക്കാലത്തും അങ്ങനെ തന്നെയാണ്. തൗഹീദ് നമ്മൾ പറഞ്ഞാൽ അപ്പം എല്ലാവർക്കും വേണ്ടാത്തവനായി. ശിർക്കിനെതിരെ പറയാൻ തുടങ്ങിയാൽ എല്ലാവരുടെയും ശത്രുക്കളായി മാറി. സുന്നത്ത് പ്രബോധനം ചെയ്താൽ ആൾക്കാർക്ക് ശത്രുത തുടങ്ങി. ബിദഅത്തുകളെ ശക്തമായി എതിർത്തു തുടങ്ങിയാൽ അപ്പോൾ പിന്നെ അനക്കും ഒറ്റപ്പെടാൻ പോവുകയാണ്. കുടുംബങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ വരും. നമുക്ക് വളരെ ചെറിയ തോതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീണ്ട 13 വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം അനുഭവിച്ച ത്യാഗങ്ങൾ അത് കയ്യും കണക്കുമില്ലാത്തതാണ്. അള്ളാഹു വസീലത്തും ഫളീലത്തും എന്ന ഉന്നത സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റസൂലിൻ്റെ കൂടെ ഒരു അയൽപക്കക്കാരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നാം പറഞ്ഞു വരുന്നത് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു തെറ്റ് പോലും കണ്ണുകൊണ്ട് കാണാത്ത വിധം അള്ളാഹു പരിശുദ്ധമാക്കി ആ ജാഹിലിയത്തിൽ തന്നെ സംരക്ഷിച്ചു. ഇനി ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖുതുബയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. സ്വർഗാവകാശിയാണ്. മാത്രമല്ല സയ്യിദത്ത് അഹ്ലി നിസ്സാ, സ്വർഗാവകാശികളുടെ സ്ത്രീകളുടെ സ്വർഗത്തിലെ നേതാവ്, സ്വർഗത്തിലെ ലീഡറാണ്. 4 ലീഡർമാരുണ്ട് സ്ത്രീകൾക്ക് സ്വർഗത്തിൽ. ഒന്ന് ആസിയ, അല്ലേ, സൗജത്ത് ഫിർഔൻ. അതുപോലെ തന്നെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലേ, ഇമ്രാൻ റളിയല്ലാഹു അൻഹ മകൾ, ഹന്ന ബീവിയുടെ മകൾ മറിയം അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ. 3ാമത്തെ സഹോദരിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. 4ാമത്തെ നേതാവാണ് ആര്? ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ. നരച്ചു. ഇന്ന് ഈ നേതാക്കന്മാരെ കുറിച്ച് പഠിക്കാൻ
അത് മനസ്സിലാക്കിയിട്ടൊന്ന് വോട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സ്ത്രീ സംവരണം വർദ്ധിച്ചു വന്ന ഈ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ പങ്കാളികളായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്നുള്ളത് ഒരു നിർബന്ധ സാഹചര്യമായി മാറിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ആ കുപ്പായം മാറ്റാൻ പറ്റുമോ? ഇല്ല. അതിനൊന്നാമതല തിരഞ്ഞെടുത്ത ചില ആൾക്കാരുണ്ട്. ഓല ഡ്യൂട്ടി നിർവഹിച്ചോട്ടെ, നമ്മൾ ആരും എതിർക്കണ്ട. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ അവരുടെ മുഖങ്ങൾ നല്ല തേച്ച് മിനുക്കി ഉഷാറാക്കി മഫ്തട്ടതും ഇടാത്തതുമായ നമ്മളിഷ്ടം പോലെ സഹോദരികളായ സ്ഥാനാർത്ഥിമാർ പരസ്യങ്ങളിൽ ഫോട്ടോകൾ ഇങ്ങനെ നിറഞ്ഞു മറിയാണ്, തുളുമ്പാണ്. അതിനൊക്കെ പറ്റി വയന്ന് പറഞ്ഞാൽ ചങ്ങായി ഏത് കാലഘട്ടക്കാരനാണെന്ന് ചോദിക്കും. ഞാൻ മുണ്ടണില്ല, അതിൻ്റെ ഷർത്തും പുറകിലേക്കൊന്നും ഞാൻ ഇറങ്ങണില്ല. പക്ഷെ രാഷ്ട്രീയം എന്നത്, രാജ്യസ്നേഹം എന്നത് മതത്തിൻ്റെ ഭാഗമാണ്. ഈമാൻ, രാജ്യസ്നേഹം ഈമാൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ആ രാജ്യസ്നേഹം നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ചൂണ്ടുവിരൽ. ഈ ചൂണ്ടുവിരലിന് വലിയ പവറുണ്ട്. ഒരു വലിയ ഭരണത്തെ തന്നെ അട്ടിമറിക്കാൻ ഈ ചൂണ്ടുവിരൽ മതി, അല്ലേ? ഇത് വോട്ടവകാശമാണ്, ഇത് ഉപയോഗപ്പെടുത്തണം. എല്ലാവരും കണക്കുന്ന ഞാൻ പോകുന്നില്ല, അത് വലിയ അപകടമാണ്. ആർക്കും വേണ്ട, എല്ലാത്തിലും കുത്തുക, അത് അതിനേക്കാളും വലിയ പോയത്താണ്. അങ്ങനത്തെ പൊട്ടപ്പണി ഒന്നും ആരും ചെയ്യരുത്. അവകാശം രേഖപ്പെടുത്തണം. ലാ യജ്രിമന്നകും ശനാന ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു ജനവിഭാഗത്തോടുള്ള അമർഷം മറ്റൊരു ജനവിഭാഗത്തോട് അനീതി കാണിക്കാൻ നിങ്ങൾ ഒരിക്കലും പ്രേരിപ്പിക്കാൻ പാടില്ല. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന തത്വമെങ്കിലും നമ്മൾ ഉൾക്കൊള്ളുക. ഏറ്റവും വലിയ ശത്രു ഇവിടെ അടയിട്ടിരിക്കുകയാണ്. ഗുജറാത്തും ഭിവണ്ടിയും ജംഷഡ്പൂരും അഹമ്മദാബാദും മുറാദാബാദും തുടങ്ങി എല്ലാ ഉത്തർപ്രദേശ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്റ്റേറ്റുകളിൽ ഇന്ന് അവിടെയുള്ള ഈഴവന്മാരും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളും അവിടെയുള്ള മുസൽമാന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിന്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ പല സ്ഥലങ്ങളിലും. എന്താ ഇതിൻ്റെ കാരണം? സനാതന ധർമ്മം പഠിപ്പിച്ച ഹൈന്ദവ ദർശനം ഒരിക്കൽ പോലും ഈ ക്രൂരത പഠിപ്പിച്ചിട്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്നറിയപ്പെടുന്ന ആ ഗാന്ധിജി പോലും ഒരു മുഖം അടിക്കിട്ടിയാൽ മറുമുഖം കാണിച്ചു കൊടുക്കണമെന്നാണ്, അല്ലേ? പക്ഷെ ആ രാഷ്ട്രപിതാവിനെയും ആ സംസ്കാര സമ്പന്നതയെയും ഈ വരും തലമുറ ഓർക്കരുത്, പഠിക്കരുത് എന്ന നിലക്ക് വളരെ നിഗൂഢമായ പ്ലാനിങ് കേരളത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. കേരളക്കരയിൽ അതിനുവേണ്ട അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ ആരാണെന്ന് പത്രം വായിക്കുന്നവർ, രാഷ്ട്രീയ ചർച്ചയിൽ ജനറൽ നോളജ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ആരും പറയുന്നില്ല. ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേക നായകനുമില്ല, വോട്ട് വയ്ക്കാൻ വന്നതുമല്ല. പക്ഷെ വരാൻ പോകുന്ന ഇലക്ഷനിൽ നമ്മുടെ വിരൽത്തുമ്പ് നാം ഉപയോഗപ്പെടുത്തുമ്പോൾ ഇവിടെ മതേതരത്വ ഇന്ത്യ എന്ന ഈ മഹത്തായ ഇന്ത്യ രാജ്യം, അതിലേറ്റവും സുന്ദരമായ ഒരു സ്റ്റേറ്റ് തന്നെയാണ് കേരളം. അതിൽ മലബാറിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന പുണ്യ ആ മദീന എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പേര് പറഞ്ഞ പൊന്നാനി പോലും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഇന്ന് ഒരു 100 കൊല്ലമായി ഇവിടുന്ന് ആരംഭിച്ച ടീമിന് പോലും ഇതിൻ്റെ ഉള്ളിൽ കസബിസ് ഉണ്ടാക്കാൻ, ഹിന്ദു മുസ്ലിം ചേരി ഉണ്ടാക്കാൻ പോലും സാധിച്ചിട്ടില്ല. അത്രത്തോളം നമ്മുടെ സംസ്കാരങ്ങളെയും നമ്മുടെ ജീവിത ക്രമങ്ങളെയും കാണുന്ന ഇവിടുത്തെ ആൾക്കാർക്ക് ആ ഒരു തണൽ ഓർമ്മ ഉണ്ടായിട്ടല്ലത്, മറിച്ച് ഇന്ത്യയുടെ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കാൽവെച്ചവർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതാരാണ്? ആ രാജ്യസ്നേഹം ആർക്കാണ്? യഥാർത്ഥ ജനാധിപത്യം ആർക്കാണ്? യഥാർത്ഥ മതേതരത്വ കാഴ്ചപ്പാട് ആർക്കാണ്? ഇതൊക്കെ കൃത്യമായി ജനങ്ങൾക്കറിയും. നമ്മളും വൈകാരികത മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്ത് മതേതരത്വ കാഴ്ചപ്പാട് നിലനിൽക്കാൻ ആവശ്യമായ ആളുകൾ ഇവിടെ വരണം. ഒരു വെട്ടറ്റാ 25 വെട്ടെട്ടാൻ പറ്റണോ വന്നാൽ കഴിച്ചിലാകുന്നത് വെറും തോന്നലാണ്. അതുകൊണ്ട് ചോരയിൽ മുക്കിക്കൊണ്ട് ചരിത്രം എഴുതിയ ആളുകളുടെ പിന്നാലെ നമ്മൾ മുന്നോട്ട് പോകലല്ല. അതുപോലെ തന്നെ മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്ന് പാടി നടക്കുകയും എന്നിട്ട് ലണ്ടനിലും പാരീസിലും കൊണ്ടുപോയി മക്കളെ ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ ഇന്ത്യ രാജ്യത്തിൽ നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുന്ന അത്തരത്തിലുള്ള മനുഷ്യന്മാരുടെ കപടതയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ കൃത്യമായ ജനാധിപത്യ വ്യവസ്ഥ മനസ്സിലാക്കി ഈ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി വരണമെങ്കിൽ, ഈ കേരളത്തിന് നല്ല ഒരു മുഖ്യമന്ത്രി വരണമെങ്കിൽ അതിന് കൃത്യമായി നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, ശത്രുക്കളുടെ ക്രൂരതയിൽ രക്ഷപ്പെടാൻ. ഇല്ലെങ്കിൽ ഗസയിലും ലിബിയയിലും അതുപോലെ തന്നെ ഈ സൗത്ത് ആഫ്രിക്കയുടെ മലമടക്കുകളിലും
അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, സിറിയയുടെ പല ഭാഗങ്ങളിലും ഇറാഖിലും ഗസയിലുമൊക്കെ ഇന്ന് മുസ്ലിം സമുദായം നിന്ദന കൊണ്ട് പിച്ചു ചീന്തപ്പെടുന്നതിന്റെ കാരണം ഇത്തരത്തിലുള്ള വെള്ള ടോസറുകാരെ പിന്നാലെ മണത്തുപോയതുകൊണ്ടാണ്. അള്ള പറഞ്ഞു പോകരുത്, യഹൂദി ക്രിസ്ത്യാനികൾ അന്യബന്ധം സ്ഥാപിക്കരുത്. സ്ഥാപിച്ചു അവർ, അള്ളാന്റെ നിയമങ്ങൾ ലംഘിച്ചു അവർ. അതിന്റെ ഭാഗമായി ഇന്നും 80 കൊല്ലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പലരും. അള്ളാഹു അവിടെ എത്രയോ മുഅ്മിനീങ്ങൾ മരണപ്പെട്ടുകൊണ്ട് ഷഹീദിന്റെ പ്രതിഫലം കിട്ടട്ടെ. ആ മക്കൾക്കൊക്കെ അള്ളാഹു നല്ലൊരു ജീവിതം കൊടുക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഒരിക്കലും തന്നെ രാഷ്ട്രീയം പറഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പോൾ ക്രിയാത്മകമായ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വിവാഹമാണ് പറയുന്നത്. അതിൻ്റെ തുടക്കം പറഞ്ഞുകൊണ്ട് അതൊരു ക്ലൈമാക്സ് ആയ രൂപത്തിൽ അവിടെ കിടക്കട്ടെ. അടുത്ത ആഴ്ച നമുക്കത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ എല്ലാ മൂല്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാനും, ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നിലനിർത്തുന്ന പങ്കാളികളായി മാറാനും അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും അല്ലാഹു അതിന് കൃത്യമായി തിരഞ്ഞെടുക്കുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ഭീകരവാദ തീവ്രവാദങ്ങളും അല്ലാഹു നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന മതേതര കാഴ്ചപ്പാടുള്ള നല്ല സ്ഥാനാർത്ഥികളെയും ഭരണാധികാരികളെയും വിജയികളെയും അല്ലാഹു കൊണ്ടുവരുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള അധാർമികതയിൽ നിന്ന് പൂർണ്ണമായി മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുഹ്സിനുകളുമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ ആളുകളെ ഖബറും അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഅഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه الغفور الرحيم. وصلى الله وسلم تسليما كثيرا. أقم الصلاة.